അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർ പൊതുവെ നല്ല ആത്മവിശ്വാസം ഉള്ളവരാണ്. ഒപ്പം നല്ല ഊർജ്ജസ്വലതയുണ്ട്. ഒരു കാര്യവും പിന്നക്കേന്ന് നീട്ടി വെക്കാറ് ഇവരില്ല. അതുകൊണ്ട് ഇവർ എപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കും. പക്ഷെ പലപ്പോഴും ഇവർക്ക് കംഫർട്ട് സോണാണ് വളരെ ഇഷ്ടം. അതുകൊണ്ട് ഇവർ കാണുന്നതിനെ എല്ലാം കുറ്റം പറയും. അതുപോലെ എല്ലാത്തിലും നെഗറ്റീവ് ആസ്പെക്റ്റ് മാത്രമേ ഇവർ നോക്കുകയുള്ളൂ. ഇതെല്ലാം ഇവരുടെ പ്രോബ്ലംസ് ആണ്. എന്നാൽ ഇവർ ചെറുപ്പം മുതലേ കാണുന്നതിലെല്ലാം പോസിറ്റീവ് കണ്ടു തുടങ്ങിയാൽ കഴിഞ്ഞ ഏപ്രിൽ, മാർച്ച്, ഫെബ്രുവരി, ജാനുവരി മാസങ്ങളിലെല്ലാം നിങ്ങൾക്ക് ആരോഗ്യകരമായിട്ട് നല്ല പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് 2024 ഡിസംബറിൽ സാമ്പത്തിക നഷ്ടം വളരെ കൂടുതലായിരിക്കും. ജോലിയും ഉണ്ടാവില്ല, ഉള്ള ജോലി പോയിട്ടും ഉണ്ടാവും. പക്ഷെ കാര്യങ്ങളൊക്കെ ഏപ്രിലിൽ മാറാൻ സാധ്യതയുണ്ട്. ഏപ്രിലിൽ മാറിയിട്ടും ഉണ്ടാവും. ഈ മെയ് ആകുമ്പോഴേക്കും ആരോഗ്യനിലയെല്ലാം കുറച്ച് നന്നായിട്ട് കൂടിയിട്ടും ഉണ്ടാവും. അതുമല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലോ നിങ്ങൾക്ക് എന്തായാലും സക്സസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതിനു മുമ്പ് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. പല കാരണങ്ങളും കൊണ്ട് അതെന്തായാലും തള്ളി വൈകി പോയിട്ടും ഉണ്ടാവും. അതെല്ലാം ഈ ജൂൺ മാസത്തിൽ എന്തായാലും നിങ്ങൾക്ക് നടക്കും. ഇതെല്ലാം നേടാൻ പറ്റുമെങ്കിലും ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ലാസ്റ്റ് സ്റ്റേജിലാണെങ്കിലും ആ പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടാൻ സാധ്യതയുണ്ട്. ഇതെന്തായാലും മാറാറായി, അതുകൊണ്ട് ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റ് നിർത്താം, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഇനി കുറച്ച് കാലം കഴിഞ്ഞിട്ട് മതി എന്നൊന്നും നിങ്ങൾ തീരുമാനിക്കാൻ പാടില്ല. കാരണം അത് കൂടത്തേ ഉള്ളൂ. ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ച എന്തായാലും ഉണ്ട് കേട്ടോളൂ. അതുകൊണ്ട് അത് പേടിക്കാനേ ഇല്ല. അതുമാത്രമല്ല, സാമ്പത്തിക ഉയർച്ച ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചെലവും അതേപോലെ തന്നെ ഉണ്ടാവും. കരിയർ പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ മാസം കുറച്ച് സ്ട്രെസ് നന്നായിട്ട് അനുഭവപ്പെടും. അതുമാത്രമല്ല, ജോബിലൊരു ഇൻസെക്യൂരിറ്റി നിങ്ങൾക്ക് അനുഭവപ്പെടും. കഴിഞ്ഞ മെയ് മാസത്തിൽ എടുത്ത ബോൾഡ് ഡിസിഷൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ജൂണിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഫ്രീലാൻസ് ജോബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ക്ലയൻസ് വരും. ബിസിനസ് ആണെങ്കിലും പുതിയ ക്ലയൻസ് വരും. റിലേഷൻഷിപ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ പാസ്റ്റ് ലവറിൻ്റെ ഒരു വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് നിങ്ങൾക്ക് ആവശ്യമാണ്. വല്ല ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ ജൂൺ 21 മുമ്പ് നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തുക. സ്ലീപ്പ് ഇഷ്യൂസ് നന്നായിട്ടുണ്ടാവും. അതുകൊണ്ട് യോഗ, പ്രഭാത ഭക്ഷണം ഇതൊന്നും ഒഴിവാക്കരുത്. മെഡിറ്റേഷനും ശീലിക്കുക. ജൂൺ 5-നും 8-നും ഇടയിലുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബോൾഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക. അതുപോലെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ ജൂൺ 20-21 ഒരു ഡിസിഷൻ എടുക്കുക. ജൂൺ 25-29 തീയതിക്കുള്ളിൽ ഇമോഷണലി നിങ്ങൾ കുറച്ച് സ്റ്റേബിൾ ആയിരിക്കും. ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർ പൊതുവെ സ്വതസിദ്ധമായിട്ട് തന്നെ നല്ല കഴിവുള്ളവരാണ്. നിറയെ കഴിവോടെയാണ് ഇവർ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഇവരെ വളരെ ഇഷ്ടമായിരിക്കും. അതുമാത്രമല്ല, ചുറ്റുപാടും ഇവർക്ക് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ അറിയും. ഓട്ടോമാറ്റിക്കലി ഇവർ വികടത്തം പറയും. അത് എല്ലാവരും ചിരിക്കുകയും ചെയ്യും. ആരെയും അധികം കരയിപ്പിക്കില്ല. അതെല്ലാം ഇവരുടെ ഒരു പോസിറ്റീവ് കാര്യങ്ങളാണ്. എന്നാൽ ചില നേരത്ത് ഇവർ അതിക്രമം കാണിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, നിങ്ങളുടെ കൂടെ അടുത്ത് ഫ്രണ്ട് ഇരിക്കുമ്പോഴോ കൂട്ടുകാരന് ആരെങ്കിലും ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് പരമാവധി നിങ്ങൾ ശ്രമിക്കും, പക്ഷെ വേറൊരു നക്ഷത്രക്കാരുടെ അത്രയും നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് സെൽഫ് കൺട്രോൾ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് തന്നെ വേണം. ചിലപ്പോൾ പബ്ലിക്കായിട്ട് നിങ്ങൾ കരഞ്ഞു പോവുകയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയായിരിക്കും. നിങ്ങൾ കൂടുതലും ദേഷ്യപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ പരിസരം നോക്കാണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇമോഷണൽ ബിഹേവിയർ നിങ്ങൾക്ക് തെറ്റും. കൺട്രോൾ ഉണ്ടാവില്ല. നിങ്ങൾ എപ്പോഴും ശുക്രൻ്റെ കീഴിലായതും കൊണ്ട് സന്തോഷവും ആനന്ദവും ജീവിതാവസാനം വരെ നിങ്ങൾക്കുണ്ടാവും. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ നിങ്ങൾക്ക് നല്ല വെല്ലുവിളികൾ നേരിട്ടുണ്ടാവും. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് നല്ല പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടാവും.
സാമ്പത്തികം മാത്രമല്ല ആരോഗ്യകരമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. വിചാരിച്ച സ്ഥലത്ത് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ പോയാൽ തന്നെ നിങ്ങൾ വിചാരിച്ച പോലെ സുഖിച്ച് അവിടെ ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല. എല്ലാത്തിലും തടസ്സങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ മെയ് മാസത്തിൽ കൂടുതലും അനുഭവപ്പെട്ടിട്ടുണ്ടാവുക. ഏത് കാര്യത്തിന് ഇറങ്ങിയാലും കുറച്ച് പ്രതിസന്ധികൾ എന്തായാലും ഉണ്ടാവും. അതുമാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. അതും കൊണ്ട് വയറ് നിറച്ച് കഴിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മധുരവും കുറവ് കഴിക്കുക. മെയ് മാസത്തിൽ എന്ത് നടന്നോ അതേപോലൊക്കെ തന്നെയായിരിക്കും ജൂൺ മാസത്തിലും. അതുകൊണ്ട് നിങ്ങൾ ഡിപ്രസ്ഡ് ആവാതിരിക്കുക. ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുന്നത് നന്നായിരിക്കും. അതായത് ഒരു 8 മണിക്കൂർ 9 മണിക്കൂറിന് ഇടയിൽ നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ അത്രയും ഉത്തമം. ഉച്ചയുറക്കവും ശീലമാക്കുന്നവർക്ക് നന്നായിരിക്കും. ഭരണി നക്ഷത്രക്കാർക്ക് ജൂൺ മാസം പഴയ ഡിസിഷനിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ജൂൺ മാസത്തിൽ പുതിയ അവസരങ്ങൾ വൈകും. അതുപോലെ നിങ്ങൾക്ക് കിട്ടേണ്ട സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ അവസരങ്ങളും വൈകും. എന്തൊക്കെ വന്നാലും ധൈര്യത്തോടെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണലി ഒരു ട്രോമ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് മൈൻഡ് കുറച്ചും കൂടി സ്റ്റേബിൾ ആവാനും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡിസിഷനിൽ എത്താനും നിങ്ങൾക്ക് സഹായിക്കും. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് BP എന്തായാലും കൂടും, ടെൻഷൻ എന്തായാലും കൂടും. അതുകൊണ്ട് ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുന്നത് നല്ലതായിരിക്കും. വരുന്നിടത്ത് വെച്ച് കാണാം, അവരെന്ത് വിചാരിക്കും, പൈസ പോവും എന്നൊന്നും വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തരുത്. അത് നിങ്ങൾക്ക് ഭാവിയിൽ ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ. ജൂൺ 3-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ് വർക്ക് ഭാഗത്ത് ഒരു കോഷൻസ് ഒക്കെ ഉണ്ടാവുക. ജൂൺ 14 മുതൽ 18 വരെ ഹീലിംഗിൻ്റെ ഒരു പേസ് നിങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ജൂൺ 23 മുതൽ 27 വരെ നിങ്ങൾ എന്തായാലും ഒരു ഹീലിംഗ് സ്റ്റേജിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. അല്ലെങ്കിൽ ഹീലിംഗ് എടുത്തേ പറ്റുകയുള്ളൂ. കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ ഇച്ഛാശക്തി വളരെ കൂടുതലുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ കോൺഫിഡൻറ്റും ആയിരിക്കും. ഇവർക്ക് ഒരു ആഗ്രഹം തോന്നിയാൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഏത് അറ്റം വരെയും പോവും. അതിനുള്ള കഴിവും ഇവർക്കുണ്ട്. അതുമാത്രമല്ല ഇവർക്ക് ഒരാളുടെ കീഴിൽ നിൽക്കാൻ വലിയ ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ട് ഇവരെപ്പോഴും സ്വന്തം തീരുമാനത്തിൽ നിൽക്കും. അതുകൊണ്ട് ഇവർക്ക് ജോലി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിങ്ങൾ ജനിക്കുമ്പോൾ മുതൽ അങ്ങനെയാണ്. അതുകൊണ്ട് ജോലി പോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ബിസിനസ്സിൽ വിജയിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആ കഴിവ് ഇൻബോണ്ടായിട്ട് നിങ്ങൾക്ക് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആത്മവിശ്വാസം കൂടുതലായെന്നത്. സൂര്യൻ്റെ കീഴിൽ നിൽക്കുന്ന നക്ഷത്രം ആയതുകൊണ്ടാണ് ഇവർക്ക് ആത്മവിശ്വാസം കൂടുന്നത്. ആത്മവിശ്വാസം മാത്രമല്ല, സൂര്യൻ്റെ കീഴിൽ നിൽക്കണം കൊണ്ട് ഇവർ കൂടുതൽ ബലമുള്ളവരുമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് മെയ് മാസത്തിൽ വളരെ തടസ്സങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് വ്യക്തിഗതമായിട്ടുള്ള വളർച്ച കൂടുതലായിരിക്കും. പക്ഷെ പല കാര്യത്തിലും ഇമോഷണലി ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. അത് അനുഭവപ്പെടുകയില്ല. നല്ലൊരു അനുയോജ്യമായ മാസമായിരുന്നു നിങ്ങൾക്ക് മെയ്. പക്ഷെ പല കാര്യത്തിലും നിങ്ങൾക്ക് അനുയോജ്യമായിരുന്നില്ല. അത് അനുഭവപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് ആത്മവിശ്വാസം നിലനിർത്താൻ പരമാവധി ശ്രമിക്കുക. ഇതേപോലെ തന്നെയായിരിക്കും നിങ്ങൾക്ക് ജൂൺ മാസം വരിക. കാരണം നിങ്ങൾ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും പല കാര്യത്തിലും തടസ്സങ്ങളാണ്. നിങ്ങൾക്ക് സ്വയം മടുത്തു പോവും. അതുകൊണ്ട് സാന്ദ്രമായി പ്രവർത്തിക്കുക എന്നത് മാത്രമേ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ കാണുന്ന ഒരു പോം വഴിയുള്ളൂ. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ ആ തടസ്സങ്ങൾ മാറ്റി മാറ്റി പോവുക. തടസ്സത്തിന് മേലെ തടസ്സം വരും, നിങ്ങൾക്ക് വെറുപ്പ് വരും. വേണമെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ടൈം റെസ്റ്റ് എടുക്കാം. പക്ഷെ ഒരിക്കലും അത് നിർത്തിവെക്കാൻ പാടില്ല. എല്ലാം തടസ്സമാണ്, തടസ്സത്തിൻ്റെ മേലെ തടസ്സമാണ് എന്ന് പറഞ്ഞിട്ട് അത് മാത്രം ആലോചിച്ചിരിക്കാൻ പാടില്ല. നിങ്ങൾ റെസ്റ്റ് എടുക്കുക, വീണ്ടും തുടങ്ങുക. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് കുറച്ച് ഡിപ്രഷനാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് പരമാവധി ഒരു കയ്യബദ്ധം ഒന്ന് നടത്താണ്ട് ശ്രമിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ എന്നെ വിളിക്കാവുന്നതാണ്. ഇപ്പോൾ കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ സൂക്ഷിച്ച് മാത്രമേ മുന്നോട്ട് പോകാറുള്ളൂ.
അതും കൊണ്ട് ഇവർ മുൻകാലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ ലാഭം വരാൻ സാധ്യത ജൂണിൽ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു നല്ലൊരു ജോബ് കിട്ടും. പക്ഷേ അത് നിങ്ങൾ സൂക്ഷിച്ച് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ സൂക്ഷിച്ച് മാത്രം ആ ജോലിക്ക് പോവുക. എന്തൊക്കെ വന്നാലും മറ്റുള്ളവർ പറയണ കേൾക്കാതെ മനസ്സിലെന്ത് തോന്നുന്നോ അത് മാത്രം ചെയ്യുക. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ കുറച്ച് പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. അത് കാര്യമാക്കരുത്. ജൂൺ മാസത്തിൽ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി സ്ട്രെങ്തനിങ് ആവും, കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് നടക്കുകയും ചെയ്യും. അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ മനസ്സിലുള്ളത് തുറന്ന് പറയാൻ ശ്രമിക്കുക. നിങ്ങൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മെൻ്റലി നല്ല ക്ലാരിറ്റി ഉണ്ടാകും. അതുകൊണ്ട് ജൂൺ മാസം പൊതുവെ നല്ലതാവാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഞാൻ പറയണ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് മോശമായിട്ട് ഭവിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. ജൂൺ 6 മുതൽ 10 വരെ ആയിരിക്കും കൂടുതലും നിങ്ങൾക്കൊരു ജോലി കിട്ടുക. റിലേഷൻഷിപ്പിൻ്റെ കാര്യം, ഇമോഷണൽ ബോണ്ടിങ് നടക്കുന്നത് ജൂൺ 16-നും 20-നും ഇടയിലായിരിക്കും. ജൂൺ 24-നും 28-നും ഇടയിലായിരിക്കും നിങ്ങൾക്ക് സാമ്പത്തിക മെച്ചം ഉണ്ടാവുക. രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ സൗന്ദര്യത്വവും കഴിവും വളരെ കൂടുതലാണ്. ഇവർ ചെറുപ്പം മുതലേ അത്യാവശ്യം നന്നായിട്ട് തന്നെ സൗന്ദര്യം നോക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഇവരോട് ഫിസിക്കൽ അട്രാക്ഷൻ വളരെ കൂടുതലാണ്. ഇവർക്ക് ഇവരുടെ കഴിവ് എന്താണെന്ന് പലപ്പോഴും ഇവർക്ക് തിരിച്ചറിയാറില്ല. അതുകൊണ്ട് ഇവർ ചിലപ്പോൾ ഒരു 30-35 വയസ്സ് വരെയും ഒന്നും ആവാത്തവരും കൂടുതലാണ്. എന്നാൽ വളരെ സക്സസ് ആയവരും വളരെ കൂടുതലാണ്. ഏതെങ്കിലും ഒരു ആർട്ട് ഫോമിലായിരിക്കും ഇവർക്ക് കഴിവുകൾ കൂടുതലുണ്ടാവുക. നിങ്ങളൊരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ആ ആർട്ട് ഫോം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിലും നിങ്ങൾക്കൊരു 30 വയസ്സാകുമ്പോഴേക്കും ഹ്യൂജ് സക്സസ് ഉണ്ടാക്കാൻ കഴിയും. അതാണ് നിങ്ങളുടെ ജാതകത്തിൻ്റെ പ്രത്യേകതയാണ്. നിങ്ങൾക്ക് എപ്പോഴും സമാധാനപരമായിട്ടുള്ള ഒരു സ്ഥലത്ത് ജീവിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് അതുമാത്രമാണ് ഇഷ്ടം. അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് പരമാവധി സമാധാനവും സ്നേഹമുള്ള സ്ഥലത്ത് ഇരിക്കാൻ നോക്കുക. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കാമായിരിക്കും. അതുമാത്രമല്ല, നിങ്ങളുടെ രോഹിണി നക്ഷത്രം ചന്ദ്രൻ്റെ കീഴിലായതും കൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും സ്നേഹവും സമാധാനവും ഉണ്ടാവും. നിങ്ങൾക്ക് ആരുടെ അടുത്ത് നിന്നെങ്കിലും നല്ലൊരു സ്നേഹവും കെയറും എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടമാവും. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ നിങ്ങൾക്ക് സ്നേഹബന്ധങ്ങൾ കുറച്ച് കെട്ടിപ്പടുക്കാൻ അവസരങ്ങൾ നിറയെ ഉണ്ടായിരുന്നു. പക്ഷെ പല വെല്ലുവിളികളും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു. അതിൽ ഒരു സ്വന്തം തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊരു 2 തോണിയിൽ കാലിട്ട അവസ്ഥയായിരിക്കും. വേറൊന്നുമല്ല, നിങ്ങൾ ബന്ധങ്ങൾക്ക് കൂടുതൽ വില കൽപ്പിക്കും. അതുകൊണ്ട് ഏറ്റവും പഴക്കമുള്ള ബന്ധം ഏതാണ്, അതിനെ പിടിച്ചു നിർത്താനാണ് നിങ്ങൾ കൂടുതൽ ശ്രമിക്കുക. നിങ്ങൾ മെയ് മാസത്തിൽ സാമ്പത്തികമായിട്ട് സ്ഥിരത ലഭിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പല വെല്ലുവിളികളും കാരണം നിങ്ങൾക്ക് ആ സാമ്പത്തിക സ്ഥിരത നിലനിർത്തുന്ന ഒരു ജോലിയോ ബിസിനസ്സോ ഒന്നും അങ്ങനെ തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ തുടങ്ങിയാലും അത് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചിലവർക്ക് സക്സസ് ആയിട്ടും ഉണ്ടാവും. അതെന്തുകൊണ്ടാ വെച്ചാൽ നിങ്ങൾക്ക് അനാവശ്യ ചിലവുകൾ, അധിക ചിലവ് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ഈ മെയ് മാസത്തിൽ ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ ഉണ്ടാവുക. കാരണം മെയ് മാസത്തിൽ നിങ്ങൾക്ക് അവഗണന കുറച്ച് കൂടിയിട്ടുണ്ടാവും. അതും കൊണ്ട് ഇനി ഞാൻ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് എന്തായാലും വന്നിട്ടുണ്ടാവും. അതും കൊണ്ട് ബന്ധങ്ങൾ ശക്തിപ്പെടും. അത് ഏത് വഴിക്കെന്നൊന്നുമില്ല, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് ആ ബന്ധം എന്തായാലും ശക്തിപ്പെടും. അതുപോലെ സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാവും. പക്ഷെ ആരോഗ്യകരമായിട്ട് നിങ്ങൾക്ക് നല്ല തകരാറ് എന്തായാലും ഉണ്ടാവും. കാരണം നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഇപ്പോൾ നല്ലതായിരിക്കില്ല. നിങ്ങൾ ഏതെങ്കിലും ഫുഡ് എടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി, നിങ്ങൾ ഏതെങ്കിലും ഫുഡ് എടുക്കുകയാണെങ്കിലും അറിയാതെ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു മോശം ഫുഡാണ് നിങ്ങളുടെ മുന്നിൽ എത്തുക. രോഹിണി നക്ഷത്രക്കാർ പൊതുവെ കാമായിട്ട് ഇരിക്കണതും കൊണ്ട് നിങ്ങൾ കരിയർ പരമായിട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഫിനാൻഷ്യൽ സ്റ്റഡി നടത്തുന്നത് നല്ലതായിരിക്കും. അത് ഗുണമേ ചെയ്യുള്ളൂ. അതുപോലെ ഒരു ജോബ് ഉണ്ടെങ്കിൽ അതെന്തായാലും പെർമനൻ്റ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ഒരു ജോലി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അതൊരു പ്രോഗ്രസ്സിൽ നടക്കുകയാണ്.
കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് അത് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരും. നിങ്ങൾ ഒരിക്കലും നിരാശരാവരുത്. റിലേഷൻഷിപ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇമോഷണലി നല്ല സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഇടയിൽ ഇപ്പോൾ ജൂൺ മാസത്തിൽ കാണുന്നില്ല. ഹെൽത്ത് പരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്ട്രെസ്സ് നല്ല കുറവായിരിക്കും. പരമാവധി പ്രകൃതി ഇണങ്ങിയിട്ട് നടക്കുന്നത് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ്. ജൂൺ 5 മുതൽ 9 വരെക്കുള്ള ഇടയിലാണ് നിങ്ങൾക്ക് വർക്ക് പരമായിട്ട് ഒരു സ്റ്റഡി എന്തായാലും ഉണ്ടാവുക. ജൂൺ 14-നും 18-നും ഇടയ്ക്ക് നിങ്ങൾക്ക് ഇമോഷണലി ഒരു ഹീലിംഗ് വേണം. ജൂൺ 23-നും 27-നും ഇടയ്ക്കാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഒരു കോഷൻ ഉണ്ടാവുക. അതുവരെ മൃഗശീർഷ നക്ഷത്രം. മൃഗശീർഷ നക്ഷത്രക്കാർ പൊതുവെ ജിജ്ഞാസ കൂടുതലായിരിക്കും, അതായത് ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇവർ പല കാര്യങ്ങളും ഒളിഞ്ഞു നോക്കുന്ന പതിവ് കൂടുതലായിരിക്കും. അതായത് അവരെന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്തു. ഈ ക്യൂരിയോസിറ്റി കൂടുതലായതും കൊണ്ട് തന്നെ ഇവർക്ക് ഒബ്സർവേഷൻ സ്കില്ല് നല്ല കൂടുതലായിരിക്കും. ഒരാൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അയാൾ നുണയാണോ സത്യമാണോ എന്ന് പറയണത് നിങ്ങൾക്ക് അയാളുടെ സംസാരത്തിൽ നിന്ന് അത്യാവശ്യം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ എപ്പോഴും പുതിയത് പഠിക്കാൻ ശ്രമിച്ചും കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ സഞ്ചാരപ്രിയരുമാണ്. ഈ നക്ഷത്രം ചന്ദ്രൻ്റെ കീഴിലായതും കൊണ്ട് നിങ്ങളുടെ സ്വഭാവം പെട്ടെന്ന് മാറിക്കൊണ്ടേയിരിക്കും. മെയ് മാസത്തിൽ നിങ്ങൾ പുതിയ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ആരോഗ്യകരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീർണ സംബന്ധമായ പ്രശ്നങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ടാവും. അതുമാത്രമല്ല സാമ്പത്തികമായിട്ട് ചിലവ് നിങ്ങൾക്ക് നന്നായിട്ട് കൂടിയിട്ടുണ്ടാവും. അതും കൊണ്ട് ആവശ്യമുള്ളത് ഏതാണ്, ആവശ്യമില്ലാത്തത് ഏതാണ് എന്നത് നിങ്ങൾ പ്രത്യേകം നന്നായിട്ട് തന്നെ മനസ്സിലാക്കണം. അതുമാത്രമല്ല ചിലവുകൾക്ക് നിയന്ത്രണം ആവശ്യമാണ്. നിങ്ങൾ പേഴ്സണലി കുറച്ച് ഡിപ്രഷൻ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു അബദ്ധവശാൽ ഒരു കയ്യാങ്കളിക്ക് നിങ്ങൾ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു നിമിഷം ചിന്തിച്ചിട്ട് മാത്രം ഓരോ കാര്യങ്ങൾ പറയുക, ചെയ്യുക. ഡിപ്രഷൻ പരമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലി വിളിക്കാം, താഴെ കണ്ട നമ്പറിൽ വിളിക്കാം, ഒരു പ്രശ്നവുമില്ല. ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. രാവിലെ 7:30 മുതൽ വൈകുന്നേരം 6:30 വരെ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് എന്തായാലും പുരോഗതി ഉണ്ടാവും. നിങ്ങൾക്ക് പുതിയ പദ്ധതി ഉണ്ടെങ്കിൽ അതെന്തായാലും തുടങ്ങാവുന്നതാണ്. വേറെ ജോലി മാറ്റമോ ബിസിനസ്സിൻ്റെ വേറെ വല്ല സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാൻ ആരംഭിക്കാൻ പറ്റിയൊരു മാസമാണ് ഇത്. പക്ഷേ ഈ മാസം തന്നെ നിങ്ങൾക്ക് അത് ജോലി കിട്ടണം എന്നുള്ള യാതൊരു ഉറപ്പുമില്ല. പ്രത്യേകിച്ച് ഭക്ഷണ കാര്യത്തിന് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. വയറിന് പ്രശ്നമുണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ഈ ജൂൺ മാസത്തിൽ തന്നെ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു സാമ്പത്തിക സ്ഥിരതയായിരിക്കും. അതർവൈസ് നിങ്ങൾക്ക് ജൂൺ മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുമായിരിക്കും, പക്ഷെ ഒരു സാമ്പത്തിക സ്ഥിരതയുള്ളതായിരിക്കില്ല അത് കൂടുതലും. അതുപോലെ ബിസിനസ് ആയാലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കൊരു ആദ്യത്തെ ക്ലയൻ്റെങ്കിലും ഈ മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ശ്രമിക്കണം. മകീര നക്ഷത്രക്കാർ പൊതുവെ കമ്മ്യൂണിക്കേഷനിൽ നല്ല പ്രാവീണ്യമുള്ള ആളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് കരിയർ പരമായിട്ട് നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് ഫ്ലക്ച്വേഷൻ നന്നായിട്ടുണ്ടാവും. അതായത് കയറ്റിറക്കങ്ങൾ നന്നായിട്ടുണ്ടാവും. അത് ഇറക്കമാവാനാണ് സാധ്യത വളരെ കൂടുതലായി കാണുന്നത്. അതുമാത്രമല്ല ബിസിനസ്സുകാരാണെങ്കിൽ നിങ്ങളൊരു പുതിയ പ്രോജക്റ്റ് ആരംഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് മെയ് മാസത്തിൽ റിലേഷൻഷിപ്പ് പ്രകാരം അത്യാവശ്യം ചെറിയ അല്പരസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജൂൺ മാസത്തിൽ നിങ്ങൾ തന്നെ സംസാരിച്ചിട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കും. ഉറക്കക്കുറവ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കുക. ഒരു പാനിക് അറ്റാക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് രാത്രി ഉറങ്ങാതെ ഇരിക്കരുത്. പരമാവധി 10 മണിയാകുമ്പോഴേക്കും ഉറങ്ങുന്നത് നന്നായിരിക്കും. ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ ജൂൺ 7-ാം തീയതിക്കും 11-ാം തീയതിക്കും ഇടയിൽ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ഉത്തമം.
ജൂൺ 15-നും 19-നും ഇടയിലാണ് നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം സംസാരിച്ച് അത് റെഡിയാക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ദിവസങ്ങൾ അതാണ്. ജൂൺ 26-ാം തീയതി മുതൽ 30-ാം തീയതി വരെയാണ് മണി നന്നായിട്ട് ഫ്ലക്ച്വേറ്റ് ആവുക. അതുകൊണ്ട് ആ സമയത്ത് പരമാവധി ചിലവ് ചുരുക്കുക, ഒന്നും ചിലവാക്കാണ്ടിരിക്കുന്നതും ഏറ്റവും നന്നായി. പൂയം നക്ഷത്രക്കാർ പൊതുവെ സഹാനുഭൂതി കൂടുതലുള്ളവരായിരിക്കും. അതുപോലെ കരുണയും കൂടുതലായിരിക്കും. നിങ്ങൾക്ക് കുടുംബത്തിനും സമൂഹത്തിനും നല്ല പ്രാധാന്യം കൂടുതൽ കൊടുക്കാറുണ്ട്. കൂടുതലും സൊസൈറ്റിക്ക് കൊടുക്കണത്. അതുകൊണ്ട് കുടുംബത്തിൽ എപ്പോഴും ചിലപ്പോൾ ഒരു പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ നക്ഷത്രം എപ്പോഴും ശനി ഗ്രഹത്തിൻ്റെ കീഴിലായതുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരവാദിത്ത ബോധം കൂടുതൽ വരും. കാരണം നിങ്ങൾക്ക് അടിക്ക് മേലെ അടി ഓരോരോ പണികൾ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ടേക്ക് കെയർ വളരെ കൂടുതലാണ്. അതുമാത്രമല്ല നിങ്ങൾക്ക് സ്ഥിരതയും വളരെ കൂടുതലാണ്. പൂയ നക്ഷത്രക്കാർക്ക് പൊതുവെ മെയ് മാസത്തിൽ സമാധാനം കുറഞ്ഞിട്ടുണ്ടാവും. കുടുംബത്തിൽ കലഹം ഉണ്ടായിട്ടുണ്ടാവും. ചെലവുകളും കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ട് ചെലവ് നിയന്ത്രിക്കേണ്ട നിങ്ങൾക്കൊരാവശ്യമായിരുന്നു. പക്ഷെ ഏതാണ് വേണ്ടത് ഏതാണ് വേണ്ടാത്തത് എന്നൊന്നും നിങ്ങൾക്ക് ആ സമയത്ത് തിരിച്ചറിയാൻ പറ്റിയില്ല. കാരണം ആ സമയത്ത് ഒരു ഇമോഷണൽ ബേസ്ഡാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും വാങ്ങിക്കൂട്ടിയത്. അങ്ങോട്ട് ചെലവുകൾ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. കടം വാങ്ങേണ്ടി വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പരമാവധി ഒരു കലഹത്തിന് പോവാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കാര്യം. തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് അവസരങ്ങൾ വളരെ കൂടുതലാണ്. പക്ഷെ നിങ്ങൾ സൂക്ഷിച്ച് മാത്രം ഓരോരോ തീരുമാനങ്ങൾ എടുക്കുക. കാരണം പ്രലോഭനത്തിൽ നിങ്ങൾ വീഴാതിരിക്കുന്നതും നല്ലതായിരിക്കും. അതുമാത്രമല്ല സാമ്പത്തികമായി സ്ഥിരത കൈവരിക്കുന്ന ഒരു മാർഗം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷെ ഈ ഒരു ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികം ഒരു പ്രശ്നം തന്നെയായിരിക്കും. പൂയ നക്ഷത്രക്കാർക്ക് പൊതുവെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് പേഴ്സണലി അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഉണ്ട്. ആ ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എന്തായാലും ജൂണിൽ ലഭിക്കും. റിലേഷൻഷിപ്പിലാകുമ്പോൾ സ്ട്രോങ് ആയിട്ടൊരു ബോണ്ട് ഉണ്ടാവും. റിലേഷൻഷിപ്പ് വളരെ നന്നായിട്ട് തന്നെ ജൂൺ മാസത്തിൽ പോകുന്നതും. മനസ്സ് റിലാക്സ് ആയിരിക്കും. ഫിസിക്കും നന്നായിരിക്കും. ജൂൺ 5-നും 9-നും ഇടയ്ക്കാണ് നിങ്ങൾക്ക് കരിയർ പരമായിട്ട് ഒരു സ്റ്റെബിലിറ്റി എന്തായാലും ഉണ്ടാവുക. ഞാൻ പറഞ്ഞ നേരത്തെ ലീഡർഷിപ്പിൻ്റെ. ജൂൺ 14-നും 18-നും ഇടയ്ക്ക് ഇമോഷണലി ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ജൂൺ 23-നും 27-നും ഇടയ്ക്ക് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു സ്റ്റഡി എന്തായാലും. ഉത്ര നക്ഷത്രക്കാർ പൊതുവെ മാനസികമായിട്ട് വളരെ ശക്തിയുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ പെട്ടെന്നൊന്നും ഇവർ വീഴില്ല. ഇവർക്ക് ധൈര്യം കൂടുതലായിരിക്കും. ആത്മവിശ്വാസം കൂടുതലായിരിക്കും. ഇവർ സ്വതന്ത്ര പ്രവർത്തകരാണ്. ഇവർക്ക് അങ്ങനെ ആരുടെ കീഴിൽ നിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അവരങ്ങനെ നിൽക്കുകയുമില്ല. അവരങ്ങനെ കുറേ കാലം നിൽക്കുകയുമില്ല. നിന്നാൽ തന്നെ അവരുടെ ഗതികേട് കൊണ്ടാണ് അവർ നിൽക്കുന്നത് തന്നെ. ഈ മെയ് മാസത്തിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു വഴിത്തിരിവ് ഉണ്ടായിട്ടുണ്ടാവും. അത് നിങ്ങളെ മാനസികമായിട്ട് നന്നായിട്ട് തളർത്തി. ചിലവർക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടാവില്ല. കാരണം ഒരു നോർമൽ ദിവസം പോണ പോലെ തന്നെ ഈ മെയ് മാസവും നിങ്ങൾക്ക് കടന്നു പോയിട്ടുണ്ടാവും. പക്ഷേ ചിലവരെ നന്നായി തളർത്തിയിട്ടുണ്ട്. നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ധൈര്യം കൊണ്ട് മാത്രമാണ് നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ജൂണിൽ പുതിയ സാധ്യതകളോ സംരംഭങ്ങളൊക്കെ നേടാൻ കഴിയും. നിങ്ങളെ തേടി അത് വരികയും ചെയ്യും. സാമ്പത്തികമായിട്ട് കുറച്ച് സംയമനങ്ങൾ നിങ്ങൾ എന്തായാലും പാലിക്കണം. കാരണം അതിൽ പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് എന്തിനെങ്കിലും പൈസ ഉണ്ടാവില്ല. പക്ഷെ നെഞ്ചും വിരിച്ച് നിൽക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവും. ആ ധൈര്യം ചോർന്നു പോകാനും സാധ്യത വളരെ കൂടുതലാണ്. ആകെ കൂടെയുള്ള ആശ്വാസം ജൂണിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കുടുംബപരമായിട്ട് നിങ്ങൾക്ക് സുഖകരമായിരിക്കും. ബാക്കി എല്ലാത്തിലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഉത്രം നക്ഷത്രക്കാർക്ക് പൊതുവെ കരിയറിൽ സ്റ്റേബിൾ ആയിരിക്കും. ജോലി നഷ്ടപ്പെടുന്നുള്ള ഭയമൊന്നും എന്തായാലും നിങ്ങൾക്ക് വേണ്ട. അതുപോലെ തന്നെ കരിയറിൽ പുതിയത് പഠിക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് വളരെ കൂടുതലാണ്. റിലേഷൻഷിപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പങ്കാളി നല്ല സപ്പോർട്ടീവായിരിക്കും.
മൊത്തത്തിൽ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് പോവുള്ളൂ. വേണ്ടതെല്ലാം അവർ തരും, സഹകരിക്കും, എല്ലാം ചെയ്യും. ജൂൺ 4 മുതൽ 8 വരെയാണ് ഞാൻ പറഞ്ഞ നിങ്ങളുടെ പഠിത്തം കൂടുതലും ഉണ്ടാവുക. 14 മുതൽ 17 വരെയാണ് റിലേഷൻഷിപ്പ് ആൾറെഡി നല്ലതാണ്. പക്ഷേ ഈ ദിവസങ്ങളിൽ കുറച്ചും കൂടി കൂടുതൽ ഒരു സ്നേഹവും കെയറും അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ജൂൺ 24 28 ഇടയിൽ കരിയർ പരമായിട്ട് നല്ലൊരു സ്റ്റെബിലിറ്റി എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ആൾറെഡി സ്റ്റേബിളാണ്. പക്ഷെ ഇതൊന്ന് ഊട്ടി ഉറപ്പിക്കാൻ ആക്ച്വലി നിങ്ങൾക്ക് അവിടെ കഴിയും. അത്തം നക്ഷത്രം. അത്തം നക്ഷത്രക്കാർ പൊതുവെ ദീർഘദർശിയായിരിക്കും. അതുപോലെ തന്നെ ആത്മവിശ്വാസം ഉള്ളവരായിരിക്കും. ഒരു കാര്യത്തിലും നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് കയറി ഒരു തീരുമാനം എടുക്കില്ല, പെട്ടെന്നൊന്നും പറയുകയുമില്ല. നിങ്ങളുടെ കാര്യം പക്കയായിട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ വിജയിക്കുമായിരിക്കും. പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളൊരു സെൽഫിഷ് ആയിരിക്കും, വിശ്വസിക്കാൻ കൊള്ളരുതാത്തവനുമായിരിക്കും. വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരു ചീത്തപ്പേര് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കാതെ നിങ്ങൾ നിങ്ങളുടെ വർക്ക് മാത്രം ചെയ്യൂ, നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. പക്ഷെ മറ്റുള്ളവർ പറയുമായിരിക്കും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊന്നും. പക്ഷെ അതിനെപ്പറ്റി നിങ്ങൾ ബോധേഡാവേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് കഴിയുള്ളൂ. ബാക്കി ആർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല, അവരോട്ട് സഹായിക്കുകയുമില്ല. അത്തം നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണിത്. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് നല്ല സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നല്ല വെല്ലുവിളി നിറഞ്ഞ മാസമായിരിക്കും. നിങ്ങൾ കൂടുതൽ നേരം ആർക്കോ വേണ്ടി നിങ്ങൾ പണിയെടുത്തിട്ടുണ്ടാവും. അതെല്ലാം നിങ്ങളെ മാനസികമായിട്ട് തളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആരോഗ്യം നോക്കണം. കഴിവതും ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ കൂടുതൽ നിങ്ങൾ ഉറങ്ങുക. ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് മാത്രമേ ഭവിക്കുകയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥത കാണിച്ചതും കൊണ്ട് അത് നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനായിരുന്നു. പക്ഷെ അവൻ നന്നായിട്ട് ചെയ്തു എന്നുള്ളൊരു പേര് നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും, സംതൃപ്തി ഉണ്ടാവും, കുടുംബ ബന്ധങ്ങളും നന്നായിരിക്കും. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ധനം നന്നായിട്ട് നിങ്ങൾക്ക് പോയിട്ടുണ്ടാവും. പക്ഷെ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് കയ്യിൽ ധനം ഉണ്ടായിരിക്കും. നിങ്ങൾ അധികം ചിലവാക്കില്ല, അത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങൾ കുറച്ച് പിശുക്കിയാലും നിങ്ങൾക്ക് ഗുണം മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ഒരിക്കലും നിങ്ങൾ ആഹാരത്തിൽ പിശുക്കരുത്. ഏറ്റവും രുചിയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം കഴിക്കുക. ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാർ പൊതുവെ സങ്കല്പശക്തി വളരെ കൂടുതലാണ്. ജനിക്കുമ്പോൾ തന്നെ കലാപരമായിട്ടുള്ള കഴിവ് ഇവർക്ക് നന്നായിട്ടുണ്ട്. കർമ്മയിൽ നന്നായിട്ട് വിശ്വസിക്കുന്നവരായിരിക്കും ചിത്തിര നക്ഷത്രക്കാർ. പക്ഷെ പലപ്പോഴും ഇവർക്ക് ദുർവിധികൾ മാത്രമേ ചിത്തിര നക്ഷത്രക്കാർക്ക് കൂടുതലും ഉണ്ടാവാറുള്ളൂ. നിങ്ങൾക്ക് പ്രണയ നൈരാശ്യം ഉണ്ടാവും, ക്ലേശങ്ങൾ ഉണ്ടാവും, അതിനൊക്കെ ഉയർച്ച ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ഉയരണമെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉയരാൻ കഴിയുകയുള്ളൂ. പണം ഉണ്ടെങ്കിൽ നിങ്ങളെ താർക്കാൻ ആർക്കും കഴിയുകയുമില്ല. ഏത് ജാതകക്കാർക്കും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് സ്പെഷ്യലാണ്. മെയ് മാസത്തിൽ നിങ്ങൾക്ക് ആശങ്കകൾ വളരെ കൂടുതലാണ്. അയ്യോ അതെന്താവും, ഇതെന്താവും, അങ്ങനെ എന്താവും, ഇങ്ങനെ എന്താവും എന്നുള്ള ചിന്തിങ്ങും ഓവർ തിങ്കിങ്ങും ഒക്കെ നിങ്ങൾക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ബന്ധങ്ങളിൽ കുറെ അസ്വസ്ഥത ഉണ്ടാവും. പുറമെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും ഇങ്ങനെ നീറി പുകഞ്ഞും കൊണ്ടിരിക്കുന്ന ഒരു മാസമായിരുന്നു മെയ്. ഇതിനെല്ലാം ജൂൺ മാസത്തിൽ എന്തായാലും വിരാമം ഇടും. പക്ഷെ ജൂൺ പകുതിയായിട്ടും നിങ്ങൾക്ക് അതിനൊരു വിരാമം ഇല്ലെങ്കിൽ ഈ ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈ വരയ്ക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ അവസാനിക്കണം. നിങ്ങൾക്ക് ഉയരണമെങ്കിൽ ഈ ജൂൺ 5 ആവുമ്പോഴേക്കും നിങ്ങൾക്ക് മാറ്റം കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ലാഭം നന്നായിട്ട് തന്നെ ഉണ്ടാകും. അതുമാത്രമല്ല അവസരങ്ങൾ, പുതിയ അവസരങ്ങൾ എന്തായാലും തുടക്കം കുറിക്കും. അത് നല്ല ലക്ഷണമാണ്. ജൂൺ 19 വരെ നിങ്ങൾക്ക് കാര്യമായ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ജൂണിൽ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല.
ചിത്തിര നക്ഷത്രക്കാർക്ക് പൊതുവെ സാമർത്ഥ്യം കൂടുതലാണ് എന്നുള്ളത് നേരത്തെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. ജൂണിലും കുറച്ച് സ്ട്രഗിൾ ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു ഗ്രോത്ത് എന്തായാലും ജൂണിലുണ്ട്. നിങ്ങളുടെ മൈൻഡിൽ ഒരു കാര്യം നിങ്ങൾ എന്തായാലും കുറിച്ച് വെച്ചിട്ടുണ്ടാവും. അതെന്തായാലും നടപ്പിലാക്കാൻ നിങ്ങൾക്ക് ജൂണിൽ സാധിക്കും. റിലേഷൻഷിപ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പിൽ ഭയങ്കര പാഷനേറ്റ് ആയിരിക്കും. എനിക്ക് എപ്പോഴും അവരുടെ കൂടെ ഇരിക്കണം എന്നുള്ള തോന്നലുണ്ടാവും. അതെന്തായാലും നടക്കുകയും ചെയ്യും. നല്ലൊരു കാര്യമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ജൂൺ 6-നും 10-നും ഇടയ്ക്കാണ് ഞാൻ പറഞ്ഞ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും മറ്റേ പുതിയൊരു ഇന്നോവേഷനും നിങ്ങൾ ഉണ്ടാവുക. അതുപോലെ ജൂൺ 25-നും 30-നും ഇടയ്ക്കാണ് നിങ്ങൾക്ക് എന്തായാലും സക്സസ് ഉണ്ടാവുക. ചോതി നക്ഷത്രം, സ്വാതി നക്ഷത്രം, അതായത് ചോതി നക്ഷത്രം. ചോതി നക്ഷത്രക്കാർക്ക് അങ്ങനെ ആരുടെയും കീഴിൽ നിൽക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിറയെ പൈസ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് ചെറുപ്പം മുതലേ ഉണ്ട്. അതുമാത്രമല്ല നിങ്ങൾ നന്നായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ പെട്ടെന്ന് കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് നല്ല കഴിവാണ്. നിങ്ങൾ മധുരമായിട്ട് മാത്രമേ എപ്പോഴും സംസാരിക്കുകയുള്ളൂ. അത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും എവിടെയും എത്തിപ്പെടാൻ കഴിയും പെട്ടെന്ന്. മെയ് മാസത്തിൽ നിങ്ങൾക്ക് സാമ്പത്തിക തകർച്ച എന്തായാലും ഉണ്ടാവും. അത് സാമ്പത്തികം മാത്രമല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ പേഴ്സണലി പെട്ടെന്ന് മാനസികമായിട്ടും ശാരീരികമായിട്ടും തളരും. കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് വയ്യാതാവും. ഇതൊക്കെ കഴിഞ്ഞ മെയ് മാസത്തിൽ എന്തായാലും നിങ്ങൾക്ക് നടന്നിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ പൂർണ്ണാരോഗ്യത്തോടെ തിരിച്ചു വരും. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ജോലികൾ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ജൂൺ ഒരു 5-19 വരയ്ക്കും ഇടയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു കാലമാണ്. നിങ്ങൾക്ക് സാമ്പത്തികം വരാൻ സാധ്യത കൂടുതലാണ്. ബന്ധങ്ങളും നന്നാവും. നിങ്ങൾ ആൾറെഡി ഇപ്പോൾ കുറച്ച് അല്പരസങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി നിങ്ങൾക്ക് സംസാരിച്ച് തീർക്കാവുന്ന വിഷയങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സാമ്പത്തിക വളർച്ച ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലും പുതിയ സാധ്യതകൾ എന്തായാലും നന്നായിട്ട് തന്നെ തുറന്നു. വിശാഖ നക്ഷത്രം, വിശാഖ നക്ഷത്രക്കാർ കൂടുതലും ദൈർഘ്യമുള്ള കാഴ്ചപ്പാടുള്ളവരാണ്. അതുപോലെ ആത്മവിശ്വാസമുണ്ട്. ഈ ദൈർഘ്യമുള്ള കാഴ്ചപ്പാടിൽ നിങ്ങൾ വേറെ വല്ലതും ചിന്തിച്ചു കൂട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആത്മവിശ്വാസം കമ്മിയാവും. ഇത് നിങ്ങൾ വേണം വെച്ച് വരുത്തുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ദൈർഘ്യമുള്ള ചിന്ത നല്ലതാണ്. പക്ഷെ അത് പോസിറ്റീവായി ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പലപ്പോഴും രാത്രി നിങ്ങൾ ഉറങ്ങാണ്ട് കിടക്കും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട്. നിങ്ങൾ അതുകൊണ്ട് തോൽക്കാൻ സാധ്യത വളരെ കമ്മിയാണ്. കാരണം നിങ്ങൾ ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തുന്നത് കൊണ്ട് അതൊരു തീരുമാനം തന്നെയായിരിക്കും. അത് ആരെ കൊണ്ടും നിങ്ങളെ മാറ്റാൻ പറ്റുകയില്ല. മെയ് മാസത്തിൽ ഒരു വെല്ലുവിളികൾ നന്നായിട്ട് നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടാവും. പക്ഷെ അതിലൊക്കെ നിങ്ങൾ ജയിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് മെയ് മാസത്തിൽ എന്തായാലും നിങ്ങൾക്ക് സമാധാനപൂർണമായ ഒരു മാസമായിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ നിങ്ങൾ പല കാര്യങ്ങളിലും ഒന്നും ചെയ്യാതെ ഇരിക്കണ ഒരു പ്രവണത നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എന്നത്തെ പോലെ ഒന്നും സംഭവിക്കാണ്ട് നിങ്ങൾ മനസ്സിൽ തോറ്റിട്ടിരിക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ പോയിട്ടുണ്ടാവും. നിങ്ങൾ ജയിക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം നിങ്ങൾ കൂടുതൽ ചിന്തിക്കണം കൊണ്ടാണ്. അത് നിങ്ങളുടെ ജന്മന അങ്ങനെ ആയതും കൊണ്ട് അതിന് പെട്ടെന്ന് മാറ്റാനുള്ള മരുന്നൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു തീരുമാനം എടുത്താൽ അത് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. നിങ്ങൾക്ക് പൊതുവേ ഈ വർഷം നല്ലൊരു ഇതാണ്. ജൂണിൽ നിങ്ങൾക്ക് വിജയം മാത്രമേ കാണുന്നുള്ളൂ. സാമ്പത്തികമായിട്ട് നല്ല പുരോഗതി തന്നെ ജൂണിലും കാണുന്നുണ്ട്. മെയ് മാസത്തിൽ എങ്ങനെയാണോ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് മാത്രമായിരിക്കും ജൂണിൽ. അതായത് വലിയ വ്യത്യാസമൊന്നും നിങ്ങൾക്ക് ജൂണിൽ വരാൻ സാധ്യതയില്ല. ജൂൺ 19, 21 ഈ ദിവസങ്ങളിൽ വരെയാണ് നിങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. സന്തോഷമാണെങ്കിൽ സന്തോഷം തന്നെ ഉണ്ടാവും, സങ്കടമാണെങ്കിൽ സങ്കടം തന്നെ ഉണ്ടാവും. അതിനുശേഷമാണ് നിങ്ങൾക്കൊരു വ്യത്യാസം വരിക. ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. രാവിലെ 7:30 മുതൽ വൈകുന്നേരം 6:30 വരെ അവൈലബിൾ ആയിരിക്കും. ജ്യേഷ്ഠ നക്ഷത്രം, ജ്യേഷ്ഠ നക്ഷത്രക്കാർക്ക് പൊതുവെ കുതിരയുടെ ശക്തിയാണ് എന്ന് പൊതുവെ പറയാറുണ്ട്.
അതുപോലെ തന്നെ അവർക്ക് അത്രയും വേഗത കൂടുതലാണ്. അതുമാത്രമല്ല ധൈര്യമുണ്ട്, എപ്പോഴും നല്ല കൂറും പുലർത്തുന്നവരാണ്. പക്ഷെ ഇവർ ചിലപ്പോഴൊക്കെ നല്ല സെൽഫിഷും ആവാറുണ്ട്. നിങ്ങൾക്ക് മെയ് മാസത്ത് ചെറിയൊരു മാനസിക സമ്മർദ്ദവും ചെറിയൊരു സാമ്പത്തിക സമ്മർദ്ദവും ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടും ഉണ്ടാവും. പക്ഷെ ജൂൺ മാസത്തിൽ ഈ സമ്മർദ്ദം കുറച്ച് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ മാനസിക സമ്മർദ്ദം കൂടുകയാണെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികതയും വ്യക്തിഗതമായിട്ടുള്ള വളർച്ചയും കുറച്ച് കൂടുതൽ തന്നെ ആയിരിക്കും. പക്ഷെ മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം നിങ്ങൾക്ക് ബന്ധുക്കളുടേന്നും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടേന്നും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതും കൊണ്ട് അവർക്ക് വേണ്ടി ചിലവാക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻകംഫർട്ട് എന്തായാലും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളുമായിട്ട് കുറച്ചും കൂടി ബോണ്ട് ഇമോഷണലി നല്ല സ്ട്രോങ് എന്തായാലും ആവും. ജൂൺ 6 മുതൽ 10 വരെയാണ് നിങ്ങൾക്ക് കരിയർ പരമായിട്ട് ഒരു ബൂസ്റ്റപ്പ് കുറച്ചും കൂടി ബിസിനസ്സിൽ നന്നായിട്ട് ഉണ്ടാവും. ജൂൺ 15, 20 ആവുമ്പോഴേക്കും നിങ്ങൾക്ക് ഇമോഷണൽ ബോണ്ട് നേരത്തെ പറഞ്ഞില്ലേ, അത് ഒന്നും കൂടി ഇൻറ്റിമസി കൂട്ടാനുള്ള എല്ലാ വഴിയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. 25 30 ആരോഗ്യം ഓൾറെഡി നന്നായിരിക്കും, അത് കുറച്ചും കൂടി നല്ല ബൂസ്റ്റപ്പ് ആവുകയേ ചെയ്യുള്ളൂ. ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. രാവിലെ 7:30 മുതൽ വൈകുന്നേരം 6:30 വരെ അവൈലബിൾ ആയിരിക്കും. മൂലം നക്ഷത്രക്കാർ പൊതുവെ നിരന്തരതയും ആത്മനിരന്തരതയും ആത്മാർത്ഥതയും ഒക്കെ കൂടുതലുള്ളവരാണ്. പൊതുവെ മൂലം നക്ഷത്രക്കാർ അങ്ങനെ തോറ്റു പോകാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇവരെവിടെയെങ്കിലും ഒന്ന് തോറ്റാൽ പിന്നെ നിരന്തരം തോൽവി മാത്രമാവാനും സാധ്യത മൂല നക്ഷത്രക്കാർക്ക് കൂടുതലാണ്. അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത്. കാരണം മൂല നക്ഷത്രക്കാർക്ക് അറ്റ് എൻഡ് നിങ്ങൾക്ക് സക്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സക്സസ് നിരന്തരം നിൽക്കുകയും ചെയ്യും. അത് നിങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. മൂല നക്ഷത്രക്കാർക്ക് ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ദാമ്പത്യത്തിൽ നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ചെറിയ അല്പരസമാണ്, അത് ചിലപ്പോൾ കൂടിപ്പോയിട്ടും ഉണ്ടാവും, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടും ഉണ്ടാവും. ഒപ്പം തന്നെ തൊഴിൽ മേഖലയിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടാവും. എല്ലാം കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ഡൗൺ ആയിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് കാര്യമാക്കേണ്ട ആവശ്യമില്ല. കാരണം ജൂണിൽ പുതിയ അവസരങ്ങൾ, സാമ്പത്തിക മെച്ചം, പുരോഗതി ഇത് എല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഒരു ജൂൺ 19 വരെ നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ജൂൺ മാസത്തിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രതീക്ഷയോടെ ഇരിക്കാം. പക്ഷേ അതൊരു ജൂലൈ 19 വരെ മാത്രമേ നിങ്ങൾ നോക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. മൂല നക്ഷത്രക്കാർ പൊതുവെ നിരന്തരതയും ആത്മനിരന്തരതയും ആത്മാർത്ഥതയും ഒക്കെ കൂടുതലുള്ളവരാണ്. പൊതുവെ മൂല നക്ഷത്രക്കാർ അങ്ങനെ തോറ്റു പോകാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇവരെവിടെയെങ്കിലും ഒന്ന് തോറ്റാൽ പിന്നെ നിരന്തരം തോൽവി മാത്രമാവാനും സാധ്യത മൂല നക്ഷത്രക്കാർക്ക് കൂടുതലാണ്. അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത്. കാരണം മൂല നക്ഷത്രക്കാർക്ക് അറ്റ് എൻഡ് നിങ്ങൾക്ക് സക്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സക്സസ് നിരന്തരം നിൽക്കുകയും ചെയ്യും. അത് നിങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. മൂല നക്ഷത്രക്കാർക്ക് ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ദാമ്പത്യത്തിൽ നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ചെറിയ അല്പരസമാണ്, അത് ചിലപ്പോൾ കൂടിപ്പോയിട്ടും ഉണ്ടാവും, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടും ഉണ്ടാവും. ഒപ്പം തന്നെ തൊഴിൽ മേഖലയിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടാവും. എല്ലാം കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ഡൗൺ ആയിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് കാര്യമാക്കേണ്ട ആവശ്യമില്ല. കാരണം ജൂണിൽ പുതിയ അവസരങ്ങൾ, സാമ്പത്തിക മെച്ചം, പുരോഗതി ഇത് എല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഒരു ജൂൺ 19 വരെ നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ജൂൺ മാസത്തിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രതീക്ഷയോടെ ഇരിക്കാം. പക്ഷേ അതൊരു ജൂലൈ 19 വരെ മാത്രമേ നിങ്ങൾ നോക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. രാവിലെ 7:30 മുതൽ
വൈകുന്നേരം 6:30 വരെ അവൈലബിൾ ആയിരിക്കും. പൂരാട നക്ഷത്രം. പൂരാട നക്ഷത്രക്കാർ പൊതുവെ നന്നായിട്ട് ശ്രമാശീലമുള്ളവരുമായിരിക്കും. കാരണം നന്നായിട്ട് തന്നെ പൂരാട നക്ഷത്രക്കാർ ശ്രമിക്കും. അതുകൊണ്ട് പേഴ്സണലി ഇവർ തോറ്റുപോയാലും തോറ്റുപോയാൽ പോയി, അത്ര തന്നെ ഉള്ളൂ, എല്ലാം വരുന്നിടത്തുനിന്ന് വെച്ച് കാണാം, ഇങ്ങനൊരു മൈൻഡ് പൂരാട നക്ഷത്രക്കാർക്ക് ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് പൊതുവെ ടെൻഷൻ വളരെ കമ്മിയായിരിക്കും. ടെൻഷൻ ഇല്ല എന്നൊന്നുമല്ല, മറ്റുള്ളവരെ വെച്ചിട്ട് ഇവർക്ക് ടെൻഷൻ കുറച്ച് കമ്മിയായിരിക്കും. പക്ഷെ നിങ്ങൾ ശ്രമിച്ചിട്ടും കഴിഞ്ഞ ഏപ്രിൽ മാസകാലങ്ങളിൽ നിങ്ങൾക്ക് പരാജയമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് മെയ് മാസത്തിലും അങ്ങനെ പരാജയം നിങ്ങൾക്ക് സംഭവിച്ചു. അതുകൊണ്ട് നിങ്ങൾ മാനസികമായിട്ട് കുറച്ച് നന്നായിട്ട് തന്നെ തളർന്നു പോയിട്ടുണ്ട്. പക്ഷെ ഹോപ്പ് എപ്പോഴും ഇരിക്കണം, നിങ്ങൾക്ക് നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാവാൻ കാരണം ഇനി മുന്നോട്ട് എനിക്ക് വേറെ അവസരങ്ങളില്ല എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ തെറ്റാണ്. നിങ്ങൾക്ക് ജൂണിൽ എന്തായാലും അവസരങ്ങൾ നല്ല കൂടുതലാണ്. അത് നിങ്ങൾ ഇതേപോലെ തന്നെ ശ്രമിക്കുക, അതിന് വേണ്ടിയിട്ട് പണിയെടുത്തും കൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും ഉണ്ടാവും. ബാക്കിയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും കുറയും, ഉറപ്പുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അനുരാധ നക്ഷത്രക്കാർ പൊതുവെ സഹനശീലമുള്ളവരും ദൃഢതയുള്ളവരും ആത്മാർത്ഥത കൂടുതലുള്ളവരുമായിരിക്കും. ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ തോറ്റു പോകുമ്പോൾ നിങ്ങൾ വളരെ ഡൗൺ ആയി പോവും. കാരണം ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ട് എന്നെ അവർ തള്ളിക്കളഞ്ഞല്ലോ എന്നുള്ള പ്രശ്നം നിങ്ങൾക്ക് കൂടുതലായിരിക്കും. നിങ്ങൾ ഇത്ര ആത്മാർത്ഥത കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചിട്ട് ഒട്ടും കാണിക്കാതിരിക്കാനും നിങ്ങൾക്ക് പറ്റില്ല. കാരണം നിങ്ങൾക്കത് ജന്മസിദ്ധമാണ്, നിങ്ങൾ കാണിച്ചു പോവും. അതുകൊണ്ട് സഹനശീലമുള്ളത് കൊണ്ടും നിങ്ങൾക്ക് തോറ്റാലും നിങ്ങൾ ജയിക്കുമായിരിക്കും എന്നൊരു പ്രതീക്ഷയിൽ നിങ്ങൾ ഇരിക്കും. പല സംഭവങ്ങളിലും നിങ്ങൾ ജയിക്കാറുമുണ്ട്, പക്ഷെ തോൽവിയാണ് കൂടുതലും കാണുന്നത്. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ നിങ്ങൾക്ക് ബന്ധങ്ങളിൽ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം എല്ലാം കൂടി ഒരു താറുമാറായിട്ടിരിക്കണ ഒരു മാസമാണ് മെയ് മാസം. അതുകൊണ്ട് മാനസിക സമ്മർദ്ദം നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും. അതുകൊണ്ട് പരമാവധി ഒന്നിലും ഇടപെടാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. പരമാവധി എവിടെയും പോവാതിരിക്കുന്നത് നന്നായിരിക്കും. പക്ഷെ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുക, ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു കാട്ടിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുക, പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് ഗുണം ചെയ്യും. ജൂൺ മാസത്തിൽ എന്തായാലും നിങ്ങൾക്ക് ഈ സാമ്പത്തിക പ്രശ്നം കുറച്ച് കുറയും. അങ്ങനെ കുറയുകയാണെങ്കിൽ തന്നെ ജൂൺ 21 മുമ്പായിരിക്കും നിങ്ങൾക്ക് കുറയുക. അങ്ങനെ കുറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജൂലൈ 20 മുമ്പായിരിക്കും മാക്സിമം നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളുടെ ഒരു പരിഹാരം ഉണ്ടാവുക. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ജൂണിൽ തൊഴിലിലും സാമ്പത്തികയിലും എന്തായാലും നിങ്ങൾക്കൊരു പുരോഗതി കാണുന്നുണ്ട്. ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. രാവിലെ 7:30 മുതൽ വൈകുന്നേരം 6:30 വരെ അവൈലബിൾ ആയിരിക്കും. ജ്യേഷ്ഠ നക്ഷത്രക്കാർക്ക് പൊതുവെ കുതിരയുടെ ശക്തിയാണ് എന്ന് പൊതുവെ പറയാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അത്രയും വേഗത കൂടുതലാണ്. അതുമാത്രമല്ല ധൈര്യമുണ്ട്, എപ്പോഴും നല്ല കൂറും പുലർത്തുന്നവരാണ്. പക്ഷെ ഇവർ ചിലപ്പോഴൊക്കെ നല്ല സെൽഫിഷും ആവാറുണ്ട്. നിങ്ങൾക്ക് മെയ് മാസത്ത് ചെറിയൊരു മാനസിക സമ്മർദ്ദവും ചെറിയൊരു സാമ്പത്തിക സമ്മർദ്ദവും ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടും ഉണ്ടാവും. പക്ഷെ ജൂൺ മാസത്തിൽ ഈ സമ്മർദ്ദം കുറച്ച് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ മാനസിക സമ്മർദ്ദം കൂടുകയാണെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികതയും വ്യക്തിഗതമായിട്ടുള്ള വളർച്ചയും കുറച്ച് കൂടുതൽ തന്നെ ആയിരിക്കും. പക്ഷെ മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം നിങ്ങൾക്ക് ബന്ധുക്കളുടെ നിന്നും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ നിന്നും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ചിലവാക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻകംഫർട്ട് എന്തായാലും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്.
പൂരാട നക്ഷത്രം. പൂരാട നക്ഷത്രക്കാർ പൊതുവെ നന്നായിട്ട് ക്ഷമാശീലമുള്ളവരും ശ്രമാശീലമുള്ളവരുമായിരിക്കും. കാരണം നന്നായിട്ട് തന്നെ പൂരാട നക്ഷത്രക്കാർ ശ്രമിക്കും. അതുകൊണ്ട് പേഴ്സണലി ഇവർ തോറ്റുപോയാലും തോറ്റുപോയാൽ പോയി, അത്ര തന്നെ ഉള്ളൂ, എല്ലാം വരുന്നിടത്തുനിന്ന് വെച്ച് കാണാം, ഇങ്ങനൊരു മൈൻഡ് പൂരാട നക്ഷത്രക്കാർക്ക് ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് പൊതുവെ ടെൻഷൻ വളരെ കമ്മിയായിരിക്കും. ടെൻഷൻ ഇല്ല എന്നൊന്നുമല്ല, മറ്റുള്ളവരെ വെച്ചിട്ട് ഇവർക്ക് ടെൻഷൻ കുറച്ച് കമ്മിയായിരിക്കും. പക്ഷെ നിങ്ങൾ ശ്രമിച്ചിട്ടും കഴിഞ്ഞ ഏപ്രിൽ മാസകാലങ്ങളിൽ നിങ്ങൾക്ക് പരാജയമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് മെയ് മാസത്തിലും അങ്ങനെ പരാജയം നിങ്ങൾക്ക് സംഭവിച്ചു. അതുകൊണ്ട് നിങ്ങൾ മാനസികമായിട്ട് കുറച്ച് നന്നായിട്ട് തന്നെ തളർന്നു പോയിട്ടുണ്ട്. പക്ഷെ ഹോപ്പ് എപ്പോഴും ഇരിക്കണം, നിങ്ങൾക്ക് നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാവാൻ കാരണം ഇനി മുന്നോട്ട് എനിക്ക് വേറെ അവസരങ്ങളില്ല എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ തെറ്റാണ്. നിങ്ങൾക്ക് ജൂണിൽ എന്തായാലും അവസരങ്ങൾ നല്ല കൂടുതലാണ്. അത് നിങ്ങൾ ഇതേപോലെ തന്നെ ശ്രമിക്കുക, അതിനു വേണ്ടിയിട്ട് പണിയെടുത്തും കൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും ഉണ്ടാവും. ബാക്കിയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും കുറയും, ഉറപ്പുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലി വിളിക്കാവുന്നതാണ്. പൂരാട നക്ഷത്രക്കാർ പൊതുവെ ആവേശം കൂടുതലാണ്, പൊതുവെ കൗതുകവും കൂടുതലാണ്. അതുകൊണ്ട് പുതിയ ഓപ്പർച്യൂണിറ്റീസ് കരിയർപരമായിട്ട് നിങ്ങൾക്ക് എന്തായാലും ജൂണിൽ ഉണ്ട്, പേടിക്കുകയേ വേണ്ട. അത് നിങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടെത്തിയത് തന്നെയാണ്. അതിലൊരു സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ ആവേശം കൂടിപ്പോയിട്ട് വലിയ നിരാശ വരാനും സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, നിങ്ങൾ ക്യൂരിയോസിറ്റി കൂടുതലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു റിലേഷൻഷിപ്പ് ജൂണിലുണ്ടാവും, പഴയതും ഉണ്ടാവും. പക്ഷേ ജൂൺ കഴിഞ്ഞിട്ട് ഞാൻ പറയുക ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്നത്. പക്ഷേ ജൂണിൽ പുതിയ റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ ആ റിലേഷൻഷിപ്പ് തുടരരുതെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി കൂടുതലുള്ളത് കൊണ്ട് നിങ്ങൾ എന്തായാലും അതിൽ ഫോക്കസ് ചെയ്യും. ജൂൺ 6 മുതൽ 10 വരെയാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് എന്തായാലും പൂരാടംകാർക്ക് ഉണ്ടാവുക. ജൂൺ 15-നും 18-നും ഇടയ്ക്കാണ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കൂടുതൽ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് മാന്യമായിട്ട് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ ഉത്രാട നക്ഷത്രക്കാർ പൊതുവേ സമാധാനപ്രിയരാണ്. അവർക്ക് എപ്പോഴും എല്ലാ കാര്യവും ശാന്തമായിട്ട് ചെയ്യാനാണ് താല്പര്യം. അവർ ശാന്തമായിട്ട് ചെയ്യുള്ളൂ. ഒരു ഹറിബറി നിങ്ങൾക്ക് എന്തായാലും പറ്റില്ല. പക്ഷെ നിങ്ങൾ വല്ല ജോലി സ്ഥലത്താണ്, അവർക്ക് പെട്ടെന്ന് വേണം പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പരാജയം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിങ്ങൾക്ക് ശാന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ സക്സസ് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. പക്ഷെ മറ്റുള്ളവർ അത് ശരിക്കും നിങ്ങളെ കാണാത്തതുകൊണ്ട് നിങ്ങൾക്ക് വളരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യത്തിൽ നിന്നാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ളൊരു കഴിവ് ഉത്രാടംകാർക്കുണ്ട്. നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിലെന്തായാലും നിങ്ങൾ പിടിച്ചു തന്നെ പരമാവധി പിടിച്ചു നിർത്താൻ നിങ്ങൾ നോക്കും. പക്ഷെ പല കാര്യങ്ങൾ കാരണം നിങ്ങൾക്കത് കൈവിട്ട് പോവും. മെയ് മാസത്തിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ സാമ്പത്തികമായിട്ട് ഭയങ്കര ഞെരുക്കം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ ആലോചിച്ചിട്ട് അത് മാനസികമാക്കി മാറ്റി. അതുകൊണ്ട് നിങ്ങൾ പേഴ്സണലി നന്നായിട്ട് തന്നെ ഡൗൺ ആയിട്ടുണ്ടാവും. പോരാത്തതിന് നിങ്ങൾക്ക് തൊഴിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ഏപ്രിൽ 14-ന് മുമ്പായിരിക്കും നിങ്ങൾക്ക് കൂടുതലും തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. പക്ഷെ ജൂണിൽ നിങ്ങൾക്കൊരു തൊഴിൽ അവസരങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ അത് കിട്ടുമെന്ന് ഉറപ്പില്ല. പക്ഷെ അവസരങ്ങൾ പലയിടത്തായിട്ടും വരും. എല്ലായ്പ്പോഴും ഉള്ള പോലെ തന്നെ പരിശ്രമിക്കുക. നിങ്ങൾക്ക് അങ്ങനെ മാനസിക പ്രോബ്ലങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ധൈര്യമായിട്ട് വിളിക്കാം. ഇനി കൂടുതലും നേരിട്ട് സംസാരിക്കുമ്പോഴാണ് ഞാൻ ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. ഉത്രാട നക്ഷത്രക്കാർ പൊതുവെ ആരും അങ്ങനെ വെറുപ്പിക്കാറില്ല. അവർ കാം ആൻഡ് ക്വയറ്റായിരിക്കും. ജൂൺ മാസത്തിലും അവരുടെ ജോലി എന്തായാലും സ്റ്റേബിൾ ആയിരിക്കും. ജോലി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കൊരു 5-ാം തീയതിക്കും ഒരു 11-ാം തീയതിക്കും ഇടയിൽ എന്തായാലും ജോലി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. റിലേഷൻഷിപ്പ് നല്ല സപ്പോർട്ടീവായിരിക്കും. അതിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഹെൽത്തും നന്നായിരിക്കും. കാരണം
ജോലി സ്റ്റേബിൾ ആയതും കൊണ്ട് തന്നെ സന്തോഷം എപ്പോഴും ഉണ്ടാവും. ജൂൺ 23-നും 27-നും ഇടയിൽ മെൻ്റലി റിലാക്സ് ആവാൻ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകുന്നതും നന്നായിരിക്കും. കാരണം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടെൻഷൻ നിങ്ങൾക്ക് വരും, അതൊന്ന് റിലാക്സ് ആവാനാണ്. ധനിഷ്ഠ നക്ഷത്രം, അതായത് അവിട്ടം നക്ഷത്രം. പൊതുവെ അവിട്ടം നക്ഷത്രക്കാർ നല്ലവരാണ് എന്ന മോശമാണ്. ഇവർ സെൽഫിഷാണ്. ഇവരുടെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും പക്കയായിരിക്കും. പക്ഷെ ഇവർ ചിലപ്പോൾ മറ്റുള്ളവരെ ദ്രോഹിക്കും. അവരുടെ പേഴ്സണൽ കാര്യം എടുത്ത് പറഞ്ഞ് അവരെ മോശക്കാരാക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അവരോടൊരു കൈൻഡ്നെസ് ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇവർ ഭയങ്കര സ്വപ്നലോകത്ത് ഇരിക്കണവരായിരിക്കും. ഞാൻ അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നുള്ളത്. ആ സ്വപ്നം എപ്പോഴും ഉള്ളത് നല്ലതാണ്. കാരണം നിങ്ങൾ ആ സ്വപ്നത്തിന് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങൾ സമയം നോക്കാണ്ട് പണിയെടുക്കണം കൊണ്ടും നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം കൊണ്ടും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ മെയ് മാസത്തിൽ സാമ്പത്തിക പുരോഗതി എന്തായാലും ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ഒരു തകരാറ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. ജൂൺ 19 ആകുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം പഴയപടിയാവും. വീണ്ടും സന്തോഷം വരും. ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും പുരോഗതി എന്തായാലും ജൂണിൽ നിങ്ങൾക്ക് ഉണ്ടാവും. പൊതുവെ അവിട്ട നക്ഷത്രക്കാർക്ക് എപ്പോഴും നല്ലതായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ട് ആ ഭാഗത്ത് കൂടെ സമ്പാദിച്ച പൈസ പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിങ്ങൾ എല്ലാത്തിനും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അവിട്ടം നക്ഷത്രക്കാർക്ക് ശനിയുടെ ശക്തമായ സ്വാധീനം കാരണം എന്തായാലും തൊഴിൽപരമായിട്ട് പ്രശ്നങ്ങൾ എന്തായാലും ജൂൺ മാസത്തിലുണ്ടാവും. ജോലി മേഖലയിൽ എന്തായാലും കുറച്ച് തടസ്സങ്ങളുണ്ടാവും. മുൻപുണ്ടായ പല പ്രശ്നങ്ങളും വീണ്ടും വരാൻ സാധ്യത വളരെ കൂടുതലാണ്. റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ പഴയ ബന്ധം ഉണ്ടെങ്കിൽ അതിലെന്തായാലും ഒരു പ്രശ്നം ഉണ്ടാവും. ബന്ധങ്ങളിൽ പ്രശ്നമുണ്ടാവും. അതുകൊണ്ട് സൂക്ഷിക്കുക. ആരോഗ്യത്തിനും ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ശനിയാഴ്ചകളിൽ ഹനുമാൻ പൂജ ചെയ്യുന്നത് നല്ലതായിരിക്കും. ജൂൺ 5 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ ജോലി മേഖലയിൽ നല്ലൊരു ജാഗ്രത നിങ്ങൾക്ക് ആവശ്യമാണ്. ബന്ധങ്ങളിൽ ധൈര്യത്തോടെ ശ്രദ്ധയോടെ മാത്രം മുന്നോട്ട് പോവുക. ജൂൺ 25-നും 29-നും ഇടയിലുള്ള ദിവസങ്ങളിൽ ആരോഗ്യത്തിന് നല്ലൊരു ശ്രദ്ധ നൽകുക. ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. ശതവീക്ഷ നക്ഷത്രം, അതായത് ചതയ നക്ഷത്രം. ചതയ നക്ഷത്രക്കാർ പൊതുവെ ആത്മവിശ്വാസം കൂടുതലായിരിക്കും. പക്ഷെ ഇവർക്ക് പേഴ്സണലി ചതയും, ഇവർ പേഴ്സണലി എല്ലാവരെയും ചതിക്കുകയും ചെയ്യും. പക്ഷേ ഇവർ കുറച്ച് സെൽഫിഷ് ആയതും കൊണ്ടാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഇവർ ചതിയന്മാരായി പോകുന്നത്. അതുമാത്രമല്ല ഇവർക്ക് ക്യൂരിയോസിറ്റി വളരെ കൂടുതലാണ്. ക്യൂരിയോസിറ്റി കൂടുതലും കൊണ്ട് മറ്റുള്ളവരുടെ ലൈഫിൽ എന്താ സംഭവിക്കണം എന്നുള്ളത് എത്തി നോക്കലും ഇവർക്ക് വളരെ കൂടുതലാണ്. പക്ഷെ പലപ്പോഴും നിങ്ങളെ പലരും ചതിക്കാൻ നിങ്ങളെ ശ്രമിച്ചതും കൊണ്ട് നിങ്ങൾ മെയ് മാസത്തിൽ കുറച്ച് സമ്മർദ്ദത്തിലായിട്ടുണ്ടായിരുന്നു. അതൊന്നും പ്രശ്നമല്ല. കാരണം നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്തായാലും കയറി വരുന്ന ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കഴിവും കൊണ്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് മെയ് മാസത്തിൽ സമ്മർദ്ദം ഉണ്ടാവും. സമ്മർദ്ദം ഇപ്പോൾ കുറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എന്നെ വിളിക്കാം. പക്ഷെ നിങ്ങളുടെ കഴിവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും മാനസിക ശാന്തിയും തൊഴിൽപരമായിട്ട് പുരോഗതിയും ജൂണിൽ എന്തായാലും കാണുന്നുണ്ട്. ചതയ നക്ഷത്രക്കാർക്ക് രാഹുവിൻ്റെ പ്രോബ്ലം എന്തായാലും ഉള്ളതും കൊണ്ട് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ കിട്ടുമെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോവുക. നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ അതിൽ വിശ്വസ്തരായിട്ട് തന്നെ ഇരിക്കുക. കാരണം നിങ്ങൾ ചതിക്കുന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവും. ചെറിയൊരു കാര്യം മതി അവർക്ക് പിണങ്ങാൻ. അതുമാത്രമല്ല നിങ്ങൾക്കൊരു പുതിയ ബന്ധം ഉണ്ടാവാനും സാധ്യത വളരെ കൂടുതലാണ്. ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ എന്തായാലും നിങ്ങൾക്ക് അനുഭവപ്പെടാം. യോഗയും ധ്യാനവും അനിവാര്യമാണ്. ജൂൺ 6 മുതൽ 10 വരെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ക്രയവിക്രയങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതെന്തായാലും സൂക്ഷിച്ച് മാത്രം ചെയ്യുക. നിങ്ങൾക്ക് ചിലവുകൾ കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. ജൂൺ 16-നും 20-നും ഇടയിലാണ് നിങ്ങൾ എന്തായാലും ബന്ധത്തിൽ വിശ്വാസം പുലർത്തേണ്ടത്. അതുപോലെ ജൂൺ 25-നും 30-നും ഇടയിലാണ് നിങ്ങൾക്ക് എന്തായാലും ആരോഗ്യത്തിൽ ശ്രദ്ധ നൽകേണ്ട ദിവസങ്ങളും ഇതൊക്കെ തന്നെയാണ്. ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി.
രാവിലെ 7:30 മുതൽ വൈകുന്നേരം 6:30 വരെ അവൈലബിൾ ആയിരിക്കും. പൂർവഭദ്ര നക്ഷത്രം എന്ന് വെച്ചാൽ പൂരുട്ടാതി നക്ഷത്രം. പൂരുരുട്ടാതി നക്ഷത്രം പൊതുവെ ആശയവിനിമയം നന്നായി നടത്തുന്നവരാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ദയ ഇവർക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഇവരെ വളരെ ഇഷ്ടമായിരിക്കും. ചുരുക്കം ചിലവർക്ക് മാത്രമേ ഇവരോട് ഇഷ്ടക്കുറവുണ്ടാവില്ല, അസൂയ കൂടുതലായിരിക്കും. ഈ അസൂയ കാരണം തന്നെ മറ്റുള്ളവർ നിങ്ങളെ പാര വെക്കാനും സാധ്യത വളരെ കൂടുതലാണ്. ഈ പാരവെപ്പ് കാരണം നിങ്ങൾക്ക് ബന്ധങ്ങളിൽ മെയ് മാസത്തിൽ നല്ലൊരു പ്രശ്നം വന്നിട്ടുണ്ടാവും. അത് നിങ്ങളുടെ കുറ്റമല്ല, പക്ഷെ നിങ്ങൾക്കെതിരെ ആൾക്കാർ അതും ഇതും പറഞ്ഞിട്ടുള്ള ബന്ധങ്ങളുടെ പ്രശ്നമാണ് നിങ്ങൾക്ക് മെയ് മാസത്തിൽ വന്നിരിക്കുന്നത്. എത്രയൊക്കെ പറഞ്ഞാലും ആൾക്കാർ നുണ പറഞ്ഞാലും സത്യം ഒരു നാൾ തെളിയുമെന്ന ഒരു വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ജൂണിൽ ഒരു പുരോഗതി നിങ്ങൾക്ക് കാണുന്നുണ്ട്. ജൂണിൽ ഒരു 15-16 പുരോഗതി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ജൂൺ മാസത്തിൽ ഒരു പുരോഗതി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പൊതുവെ ഭയങ്കര ഭക്തി കൂടുതലായിരിക്കും ഇവർക്ക്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ ദൈവാനുഗ്രഹവും ഉണ്ട്. അതുമാത്രമല്ല വ്യാഴത്തിന് ശക്തമായ ജൂപ്പിറ്ററിൻ്റെ ശക്തമായ ഒരു നിലനിൽപ്പ് ഉള്ളതും കൊണ്ട് തൊഴിലിൽ നിങ്ങൾക്ക് നല്ലൊരു പുരോഗതി തന്നെയാണ് ആക്ച്വലി ഉണ്ടാവുന്നത്. ബന്ധങ്ങളിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. കുടുംബപരമായിട്ട് നല്ല സന്തോഷമുണ്ട്. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് നല്ലത് മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. ആരോഗ്യം മോശമാണെങ്കിൽ ജൂൺ 27-നും 30-നും ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും മെച്ചപ്പെടുകയുള്ളൂ. ജൂൺ 7-നോ 11-നോ ജൂൺ 7-ാം തീയതിക്കും 11-ാം തീയതിക്കും ഇടയിലായിരിക്കും നിങ്ങൾക്ക് തൊഴിൽ സ്ഥാനത്ത് ഒരു പുരോഗതി ഉണ്ടാവുക. ഇപ്പോൾ അന്വേഷിക്കണ ഒരാളാണെങ്കിലും ഈ ഒരു ദിവസത്തിനിടയിലാണ് നിങ്ങൾക്ക് ജോലിയും കിട്ടുക. ഇനി 11-ന് ശേഷമാണ് നിങ്ങൾക്ക് ജോലി ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരുപാട് അതിൽ പ്രതീക്ഷ വെക്കരുത്. നിങ്ങൾക്ക് കിട്ടില്ല എന്നല്ല പറഞ്ഞത്, വേറൊരു ഓപ്പർച്യൂണിറ്റി തേടുക. ഉത്തരഭദ്രപദ എന്ന് വെച്ചാൽ ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാർ പൊതുവെ കാര്യക്ഷമ വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഉത്തരവാദിത്ത ബോധവും ഇവർക്ക് നന്നായിട്ടുണ്ടാവും. സൽസ്വഭാവിയുമായിരിക്കും. പക്ഷെ ഇവരോട് ശത്രുത വളരെ കൂടുതലായിരിക്കും എല്ലാവർക്കും. പ്രത്യേകിച്ച് തൊഴിൽ സ്ഥലത്താണ് നിങ്ങളോട് ശത്രുത കൂടുതലുണ്ടാവുക. അതുകൊണ്ട് ഈ മെയ് മാസത്തിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അലച്ചിലും കൂടിയിട്ടുണ്ടാവും. പെട്ടെന്ന് ക്ഷീണവും നിങ്ങൾക്ക് തട്ടിയിട്ടുണ്ടാവും. അതൊന്നും നിങ്ങൾ ഇനി പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. കാരണം ജൂണിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് റിലാക്സ് ആവാൻ കഴിയും. മാനസിക ശാന്തി ഉണ്ടാവും, പുരോഗതി ഉണ്ടാവും. നിങ്ങളോടുള്ള അസൂയ, കുനിഷ്ട് അത് ആരൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെതിരെ നിങ്ങൾക്ക് പോരാടാനും കഴിയും. ഇതെല്ലാം ജൂൺ പകുതി ആകുമ്പോഴേക്കും നടക്കും. അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ജൂൺ മാസത്തിൽ ഇത് പ്രതീക്ഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി അങ്ങനെ മാനസിക സമ്മർദ്ദം നിങ്ങൾക്ക് കുറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ശനിയുടെ ഒരു ഭാവം കാരണം നിങ്ങൾക്ക് എന്തായാലും ജോലിയിൽ നല്ലൊരു വിള്ളൽ എന്തായാലും അനുഭവപ്പെടും. പാര വയ്ക്കാൻ ആൾക്കാരുണ്ടാവും. അതും കൊണ്ട് പരമാവധി തങ്ങളുടെ കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താണ്ടിരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. അത് നിങ്ങൾക്ക് തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. കൂടെയുള്ളവർ ചതിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ ടെൻഷനോ അതുപോലെ പ്രഷറോ ഒന്നും നിങ്ങളുടെ പാർട്ട്ണറോട് കാണിക്കരുത്. അതും വിള്ളലാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഫ്രസ്ട്രേഷൻ തീർക്കാം വേറെ ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും. മെൻ്റൽ ഫ്രസ്ട്രേഷൻ കുറയ്ക്കാൻ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അതുമാത്രമല്ല നിങ്ങൾക്ക് ആരോഗ്യത്തിന് നല്ലൊരു പ്രശ്നം എന്തായാലും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ജൂൺ 5-നും 9-നും ഇടയ്ക്കുള്ള ദിവസങ്ങളിലാണ് ജോലി മേഖലയിൽ നിങ്ങൾ ജാഗ്രത പുലർത്തേണ്ടത്. സൂക്ഷിച്ച് മാത്രം ആ ദിവസങ്ങളിൽ മുന്നോട്ട് പോവുക. ജൂൺ 25-നും 29-നാണ് നിങ്ങൾ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം എല്ലാ തിരിച്ചടികൾ കാരണം നിങ്ങൾ മാനസികമായിട്ട് എന്തായാലും തളർന്നു പോയിട്ടുണ്ടാവും. രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാർക്ക് പൊതുവെ അവർ ദയയും ശാന്തതയും എല്ലാം ഉള്ളവരാണ്. ഇവർക്ക് എന്താ വെച്ചാൽ
ഒരു കാര്യത്തിൽ ആദ്യം തന്നെ ഒരു വിജയം എന്തായാലും ഉണ്ടാവില്ല. അതിനു വേണ്ടി പ്രയത്നിച്ചാൽ മാത്രമേ ഇവർക്ക് വിജയം ഉണ്ടാവുള്ളൂ. അത് കഠിനമായിട്ട് തന്നെ കുറച്ച് പ്രയത്നിക്കണം. പക്ഷെ നിങ്ങൾക്കൊരു വിജയം കിട്ടിയാൽ നിങ്ങൾക്ക് അവിടെ ഒരു പരാജയമേ ഉണ്ടാവില്ല. നിങ്ങൾ ആ വിജയത്തിൻ്റെ ഏറ്റവും മുകളിൽ തന്നെ ജീവിതാവസാനം വരെ നിങ്ങൾ നിൽക്കും. അത് രേവതി നക്ഷത്രക്കാരൻ്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ ചിലപ്പോൾ കൂടെ കൂടെ മണ്ടത്തരങ്ങൾ കാണിക്കും. മെയ് മാസത്തിൽ നിങ്ങൾക്ക് കുറച്ച് ആശങ്കകൾ ഉണ്ടാവും, സാമ്പത്തിക ചെലവും ഉണ്ടാവും. അതൊന്നും നിങ്ങൾക്ക് ഇനി പ്രശ്നമാക്കണ്ട. ഈ ആശങ്കകളെല്ലാം ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് മാറിക്കിട്ടും. സാമ്പത്തികവും വരും. നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ പാണ്ഡിത്യം എത്രത്തോളം യൂസ് ചെയ്യണോ അതിലാണ് നിങ്ങൾക്ക് കൂടുതൽ സക്സസ് ഉണ്ടാവുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. രേവതി നക്ഷത്രക്കാർക്ക് പൊതുവേ നല്ലൊരു സമയമാണ് ഇപ്പോൾ. നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ ബുധദശയാണ്, എന്നാൽ വക്രത്തിലാണ് അത് നിൽക്കുന്നത്. അതുകൊണ്ട് നാക്ക് പലപ്പോഴും രേവതി നക്ഷത്രക്കാർക്ക് നന്നായിട്ട് പിഴയ്ക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പല അവസരങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ കൂടെ കൂടെ നിങ്ങൾ ചിലപ്പോൾ മണ്ടത്തരങ്ങൾ കാണിച്ചു എന്നും വരും. അതും ഭയങ്കര പ്രശ്നമായിരിക്കും. ജൂൺ 6-ാം തീയതിക്കും 10-ാം തീയതിക്കും ഇടയിൽ തൊഴിൽ മേഖലയിൽ നല്ലൊരു വളർച്ച എന്തായാലും നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതുമാത്രമല്ല കുടുംബപരമായിട്ടും എല്ലാവരും നല്ല സന്തോഷം തന്നെയാണ് നിങ്ങൾക്ക് കാണുന്നത്. നിങ്ങൾ ആത്മീയ കാര്യങ്ങൾ കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം 26-നും 30-നും ഇടയിൽ നിങ്ങൾ ആത്മീയ കാര്യങ്ങൾ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോവുകയോ തൊഴുകയോ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. കൂടുതൽ ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം.